വെൽക്കം ടു ഓൾ. നമ്മൾ ഈ ഒരു മൊഡ്യൂളിലെ ഏറ്റവും അവസാനത്തെ ടോപ്പിക്കായിട്ടുള്ള സ്മോൾ ഫിനാൻസ് ബാങ്ക് അതാണിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്ക് നമ്മൾ പറഞ്ഞിരുന്നു, ഇന്ത്യയിലെ ന്യൂ ബാങ്കിങ് എൻറ്റിറ്റീസിൽ വരുന്ന ഒരു ബാങ്കാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. ഇതുപോലുള്ളൊരു ബാങ്കായിരുന്നു പേയ്മെൻറ്റ്സ് ബാങ്ക്. പേയ്മെൻറ്റ്സ് ബാങ്കിനെ കുറിച്ച് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ എന്താണ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്? So, small finance banks provide financial services to unserved and unbanked regions of the country. നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻഷ്യേറ്റഡ് ബാങ്ക് ലൈസൻസിൻ്റെ കീഴിൽ വരുന്ന ബാങ്കുകളാണ് സ്മോൾ ഫിനാൻസ് ബാങ്ക് എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ചില പെർട്ടിക്കുലർ റീജിയൻസിനെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് ഇത് വരുന്നത്. അതിൽ തന്നെ അൺബാങ്ക്ഡ് ആയിട്ടുള്ള ഏരിയയിൽ അല്ലെങ്കിൽ അൺസേർവ്ഡ് ആയിട്ടുള്ള ഏരിയയിൽ ആളുകൾക്ക് ബാങ്കിങ് ഫെസിലിറ്റീസ് ഉറപ്പുവരുത്തുക എന്നുള്ളതായിരുന്നു ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. അങ്ങനെ 2013 ദേ ആർ രജിസ്റ്റേർഡ് ആസ് എ പബ്ലിക് ലിമിറ്റഡ് കമ്പനി അണ്ടർ ദി കമ്പനീസ് ആക്ട് 2013. 2013 കമ്പനി ആക്ട് പ്രകാരം ഇതൊരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയായിട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ പോലെ പേയ്മെൻറ്റ്സ് ബാങ്കിലെ കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ SFBs CRRും SLRും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. CRRും SLRും മെയിൻറ്റെയിൻ ചെയ്യേണ്ടതുണ്ട്. അവിടെ മിനിമം പെയ്ഡ് അപ്പ് ഇക്വിറ്റി ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 crore-ആണ്. 5 വർഷത്തിനുള്ളിൽ അത് 200 കോടിയായിട്ട് ഉയർത്തണമെന്ന് പറയുന്നുണ്ട്. SFBs can also transit to a universal banks subject to fulfilling minimum paid up capital. അതുപോലെ തന്നെ ഒരു പുതിയ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻഷ്യേറ്റഡ് ബാങ്ക്, യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസ്. അപ്പോൾ ആ ഒരു യൂണിവേഴ്സൽ ബാങ്കിങ് ലൈസൻസിലേക്ക് ഈ SFBsന് മാറാൻ സാധിക്കും. പക്ഷേ ചില കണ്ടീഷൻസ് ഉണ്ട്. ഫുൾഫില്ലിങ് മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ. ആ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്നുള്ള ആ ഒരു കണ്ടീഷൻ ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ SFBsന് ഒരു സാധാരണ ബാങ്കിലേക്ക് മാറാവുന്നതാണ്. So SFBs act as an authorized dealer in foreign exchange business for its ക്ലയൻറ്റ്സ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ക്ലയൻറ്റ്സിന് വേണ്ടിയിട്ട് ഒരു ഡീലറായിട്ടിത് പ്രവർത്തിക്കുന്നു. ഫോറിൻ എക്സ്ചേഞ്ചുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡോളറോ അല്ലെങ്കിൽ യൂറോസോ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഇത് ഇടപെടുന്നു. ദർ വിൽ നോട്ട് ബി എനി റെസ്ട്രിക്ഷൻസ് ഇൻ ദ ഏരിയ ഓഫ് ഓപ്പറേഷൻസ് ഓഫ് സ്മോൾ ഫിനാൻസ് ബാങ്ക്സ്. അതിനകത്ത് റെസ്ട്രിക്ഷൻസ് ഒന്നും ഏർപ്പെടുത്തിയിട്ടില്ല. ഈ ഒരു ബാങ്കുകളുടെ പ്രവർത്തനത്തിൽ അവരുടെ ഓപ്പറേഷനിൽ റെസ്ട്രിക്ഷൻസ് ഒന്നും വരുത്തിയിട്ടില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ഒബ്ജക്റ്റീവ്സ്, എന്തിനാണ് ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് ഇന്ത്യയിൽ നിലവിൽ വന്നിരിക്കുന്നത്, അതിൻ്റെ പ്രധാനപ്പെട്ട 3 ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്? ഒന്ന്, ഇൻക്രീസ് ദ ആക്സസ് ടു ഫിനാൻഷ്യൽ സർവീസസ്. പല ആളുകൾക്കും, ഞാൻ പറഞ്ഞത് ഡിഫറൻഷ്യേറ്റഡ് ലൈസൻസിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന ബാങ്കുകളാണ്. അപ്പോൾ പല സ്ഥലങ്ങളിലുള്ള പ്രശ്നം എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സർവീസസിലേക്കുള്ള ആക്സസ് ഇല്ല, അല്ലെങ്കിൽ ബാങ്കിങ് സിസ്റ്റത്തിലേക്കുള്ള ആക്സസ് ആളുകൾക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ അത് ഒഴിവാക്കാനും ആക്സസ് കൂട്ടാൻ വേണ്ടിയിട്ടും കൂടുതൽ ആളുകളെ ഈ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക, നമ്മൾ ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ഫിനാൻഷ്യൽ ഇൻക്ലൂഷൻ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു SFBs കൊണ്ടുവന്നിരിക്കുന്നത്. ദെൻ സെക്കൻഡ് പോയിൻറ്റ്, പ്രൊവൈഡ് ബേസിക് ബാങ്കിങ് സർവീസസ് എസ്പെഷ്യലി ടു അൺസേർവ്ഡ് സെക്ഷൻസ് ഓഫ് ദി സൊസൈറ്റി. സാധാരണ ബേസിക് ബാങ്കിങ് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യാം. ആദ്യത്തേത്, എല്ലാ ആളുകളെയും ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക, അവർക്ക് ആക്സസ് കൊടുക്കുക. രണ്ടാമത്തത്, അവർക്ക് ബേസിക് ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക. മൂന്നാമത്, സ്റ്റാൻഡ് ആസ് ആൻ ഓൾട്ടർനേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഫോർ ഇൻഫോർമൽ സെക്ടർ, സ്മോൾ ആൻഡ് മാർജിനൽ ഫാമേഴ്സ് എക്സെട്ര. അപ്പോൾ പാവപ്പെട്ട ആളുകൾക്കിടയിൽ അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അൺസേർവ്ഡ് സെക്ഷൻസിൻ്റെ ഇടയിൽ, ഈ ഒരു റീജിയണൽ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളൊന്നും എത്താത്ത ഏരിയയിൽ പല ആളുകൾക്കും ഇൻവെസ്റ്റ്മെൻറ്റുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ടാവാം, ഫിനാൻസുമായി ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളുണ്ടാവാം. അത്തരം ആളുകൾക്ക് ഒരു ബദൽ മാർഗം എന്ന രീതിയിൽ, മറ്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന് ഒരു ബദൽ മാർഗം എന്ന രീതിയിൽ ഇത്തരം ആളുകളെ സഹായിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നതാണ് SFBs എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി 3 ഒബ്ജക്റ്റീവ്സ് ഓഫ് SFBs. ദെൻ the small finance banks will be required to extend 75% of its adjusted net bank credit to the sections eligible for classification as priority sector lending by Reserve Bank of India. അതായത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ പറയുന്നത് പ്രകാരം ഏകദേശം 75% വരെ ഈ ബാങ്കുകളുടെ ലോണുകൾ ആർക്ക് കൊടുക്കണം?
പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്ങിന് കൊടുക്കണം. പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ് ചില ഏരിയകളെ, ഏകദേശം 16ഓളം ഏരിയകളെ ഗവൺമെൻറ്റിൻ്റെ മുൻഗണനാ വിഭാഗത്തിൽ പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത്തരം ആളുകളിലേക്ക് എന്ത് ചെയ്യുക, ലോണുകൾ എത്തിക്കുക. അതാണ് പ്രയോറിറ്റി സെക്ടർ ലെൻഡിങ്. അതിൻ്റെ 75% അതിനുവേണ്ടി ഉപയോഗിക്കാം. അതുപോലെ തന്നെ പറയുന്നത് അറ്റ്ലീസ്റ്റ് 50% ഓഫ് ഇറ്റ്സ് ലോൺസ് പോർട്ട്ഫോളിയോ ഷുഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ലോൺസ് ആൻഡ് അഡ്വാൻസസ് അപ് ടു 25 lakh. 25 ലക്ഷം വരെയാണ് അതിൻ്റെ പോർട്ട്ഫോളിയോ എന്ന് പറഞ്ഞാൽ നമ്മൾ ലോൺ പോർട്ട്ഫോളിയോ അതിൻ്റെ ഷെയറുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് വരുന്നത്. അത് 25 lakhs വരെ ആവാം. ഇനി ഇന്ത്യയിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സ്മോൾ ഫിനാൻസ് ബാങ്കുകളാണ് ഉജ്ജീവൻ, ഇസാഫ് ബാങ്ക്, RGVN, ദിശ, ഇക്വിറ്റസ്, അങ്ങനെ തുടങ്ങിയ ക്യാപിറ്റൽ ലോക്കൽ ഏരിയ ബാങ്ക്, സൂര്യോദയ് തുടങ്ങിയ ഒരുപാട് ബാങ്കുകൾ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്ത്യയിലെ പ്രധാനപ്പെട്ട സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് എന്ന് പറയുന്നത്. ഇനി ഈ പേയ്മെൻറ്റ് ബാങ്ക്സും അതുപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കും തമ്മിലുള്ള ചെറിയൊരു കമ്പാരിസണാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒരുപാട് പോയിൻറ്റുകളുണ്ട് ഇതുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ഹു ക്യാൻ പ്രൊമോട്ട് ഇത് ആരൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? പേയ്മെൻറ്റ് ബാങ്ക്സ് ആരൊക്കെയാണ് പ്രൊമോട്ട് ചെയ്യുന്നത്? പ്രീപെയ്ഡ് കാർഡ് ഇഷ്യൂവേഴ്സിനെ, ടെലികോം കമ്പനീസിനെ സഹായിക്കുന്നു, NBFCസിനെ, ബിസിനസ് കറസ്പോണ്ടൻസ്, ദെൻ സൂപ്പർ മാർക്കറ്റ് ചെയിൻസ്, കോർപ്പറേറ്റ്സ്, ദെൻ അങ്ങനെയുള്ള ഒരുപാട് സെക്ടേഴ്സിനെ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സിനൊക്കെ ഈ ഒരു പേയ്മെൻറ്റ് ബാങ്ക് സഹായിക്കുന്നുണ്ട്. ഈ സ്മോൾ ഫിനാൻസ് ബാങ്ക്സ് കാര്യമായിട്ട് ആരൊക്കെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്? ഇൻഡിവിജ്വൽസ്, എസ്പെഷ്യലി പ്രൊഫഷണൽസ് വിത്ത് 10 years എക്സ്പീരിയൻസ് ഇൻ ഫിനാൻസ്, NBFCs, മൈക്രോ ഫിനാൻസ്, ദെൻ ലോക്കൽ ഏരിയ ബാങ്ക്സിനൊക്കെയാണ് ഇത് കൂടുതലായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നത്. ദെൻ വാട്ട് ദേ മസ്റ്റ് ഡു, അവരെന്തൊക്കെയാണ് ഇതിനു വേണ്ടിയിട്ട് ചെയ്യേണ്ടത്? പേയ്മെൻറ്റ്സ് ബാങ്ക് ആവണമെങ്കിൽ എന്തൊക്കെയാണ്, സ്മോൾ ഫിനാൻസ് ബാങ്ക് ആകുമ്പോൾ എന്തൊക്കെയാണ് അതിൻ്റെ ലീഗാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഹാവ് എ മിനിമം ക്യാപിറ്റൽ ഓഫ് ₹100 crore. നേരത്തെ സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത് 100 കോടിയാണ്. മെയിൻറ്റെയിൻ 75% ഓഫ് ഡെപ്പോസിറ്റ്സ് ഇൻ ഗവൺമെൻറ് ബോണ്ട്, അതിൻ്റെ 75% ഡെപ്പോസിറ്റുകളും ഗവൺമെൻറ് ബോണ്ടിൽ സൂക്ഷിക്കണം. ദെൻ 25%, ബാക്കിയിൽ 25%, 25% ഓഫ് ഡെപ്പോസിറ്റ്സ് ഇൻ അതർ ബാങ്ക്സ്, മറ്റു ബാങ്കുകൾ സൂക്ഷിക്കണം. അങ്ങനെയാണ് അതിൻ്റെ ടോട്ടൽ 100% ഡെപ്പോസിറ്റുകൾ സൂക്ഷിക്കേണ്ടത്. ദെൻ ഹാവ് അറ്റ്ലീസ്റ്റ് 26% ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ ഇന്ത്യൻസ്, 26% ഇൻവെസ്റ്റ്മെൻറ്റ് ഇന്ത്യൻസ് ചെയ്യണം. ഗെറ്റ് ലിസ്റ്റഡ് ഇഫ് നെറ്റ് വർത്ത് അക്രോസ് ₹500 crore, 500 കോടിക്ക് മുകളിലായി കഴിഞ്ഞാൽ അത് ലിസ്റ്റ് ചെയ്യപ്പെടും. ദെൻ ഹാവ് 25% ഓഫ് ബ്രാഞ്ചസ് ഇൻ ദി അൺബാങ്ക്ഡ് ഏരിയാസ്, ബാങ്കുകളില്ലാത്ത ഏരിയയിൽ വേണം അതിൻ്റെ 25% ബ്രാഞ്ചസുകൾ ഓപ്പൺ ചെയ്യാൻ. ബി ഫുള്ളി നെറ്റ്വർക്ക്ഡ് ആൻഡ് ടെക്നോളജി ഡ്രിവൻ, അത് ടെക്നോളജിക്ക് കൂടുതൽ പ്രാധാന്യം കൊണ്ടാണ് പേയ്മെൻറ്റ് ബാങ്കുകൾ വരുന്നത്. ഹാവ് RS 1 lakh ക്യാപ് ഫോർ ഡെപ്പോസിറ്റ്സ് ഇൻ 1 account, മാക്സിമം 1 ലക്ഷം വരെ ഡെപ്പോസിറ്റുകൾ സ്വീകരിക്കാം. എന്നാൽ സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട് നോക്കുമ്പോഴോ ഹാവ് എ മിനിമം ക്യാപിറ്റൽ ഓഫ് ₹100 crore, സെയിം തന്നെയാണ്, 100 കോടി തന്നെയാണ് അവിടെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. എന്നാൽ ഇവിടെ ചെറിയൊരു വ്യത്യാസമുണ്ട്. 75% ലോൺസ് എന്ത് ചെയ്യാം, പ്രയോറിറ്റി സെക്ടറിന് വേണ്ടിയിട്ട് മാറ്റിവെക്കാം, അതിൻ്റെ ലെൻഡിങ്ങിന് വേണ്ടി മാറ്റിവെക്കാം. 25% ബ്രാഞ്ചസ് ഇൻ അൺബാങ്ക്ഡ് ഏരിയാസ്, ബാങ്ക് ഇല്ലാത്ത ഏരിയാസിലെ ബ്രാഞ്ചസിലെ 25% ഡെപ്പോസിറ്റുകൾ സൂക്ഷിക്കാം. മെയിൻറ്റെയിൻ റിസർവ് റിക്വയർമെൻറ്റ്സ്, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും CRRും SLR ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യണം. ക്യാപ് ലോൺസ് ടു ഇൻഡിവിജ്വൽസ് ആൻഡ് ഗ്രൂപ്പ്സ് അറ്റ് 10% ആൻഡ് 50% ഓഫ് നെറ്റ് വർത്ത്, 10%, 15% മാക്സിമം. ഹാവ് എ ബിസിനസ് കറസ്പോണ്ടൻറ്റ് നെറ്റ്വർക്ക്. ദെൻ വാട്ട് ദേ ക്യാൻ ഡു, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്? പേയ്മെൻറ്റ് ബാങ്ക്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇൻ്റർനെറ്റ് ബാങ്കിങ് ഫെസിലിറ്റീസ്, സെൽ മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ്, പെൻഷൻസ്, ഓഫർ ബിൽ പേയ്മെൻറ്റ് സർവീസസ് ഫോർ കസ്റ്റമേഴ്സ്, ഹാവ് ATMs ആൻഡ് ബിസിനസ് കറസ്പോണ്ടൻസ് BCs, ദെൻ ക്യാൻ ഫങ്ഷൻ ആസ് ബിസിനസ് കറസ്പോണ്ടൻസ് ഓഫ് അനദർ ബാങ്ക്, മറ്റൊരു ബാങ്കിൻ്റെ ബിസിനസ് കറസ്പോണ്ടൻ്റായിട്ട് വർക്ക് ചെയ്യുക. ഇതൊക്കെയാണ് പേയ്മെൻറ്റ്സ് ബാങ്ക് ചെയ്യുന്നത്. സ്മോൾ ഫിനാൻസ് ബാങ്ക്സിനകത്ത് വരുമ്പോഴോ സെൽ ഫോറക്സ് ടു കസ്റ്റമേഴ്സിന് ഫോറക്സ് വിൽക്കുന്നു. സെൽ മ്യൂച്വൽ ഫണ്ട്സ്, ഇൻഷുറൻസ്, പെൻഷൻസ്, നേരത്തെ പേയ്മെൻറ്റ് ബാങ്കിൽ സൂചിപ്പിച്ച പോലെ തന്നെ. ക്യാൻ കൺവേർട്ട് ഇൻ ടു ഫുൾ ഫ്ലെഡ്ജഡ് ബാങ്ക്, അത് പിന്നീട് ഒരു ബാങ്കായിട്ട് മാറാനുള്ള പ്രൊവിഷൻ ഉണ്ട്. നേരത്തെ പറഞ്ഞിരുന്നു അതിൻ്റെ മിനിമം പെയ്ഡ് അപ്പ് ക്യാപിറ്റൽ എന്നുള്ള ആ ഒരു ക്രൈറ്റീരിയ ഫുൾഫിൽ ചെയ്യണമെന്ന്.
എക്സ്പാൻഡ്സ് അക്രോസ് ദ കൺട്രി, രാജ്യത്ത് മുഴുവനായിട്ടും വ്യാപിക്കാം. ദെൻ വാട്ട് ദേ ക്യാൻ ഡു, ഓഫർ ക്രെഡിറ്റ് കാർഡ്സ്, ക്രെഡിറ്റ് കാർഡുകൾ ഓഫർ ചെയ്യുന്നു. എക്സ്റ്റെൻഡ് ലോൺസുകൾ ദേ ക്യാൻ ഡു എന്നാണ്, അവർക്ക് ചെയ്യാൻ പറ്റാത്തത്. ഓഫർ ക്രെഡിറ്റ് കാർഡുകൾ ഓഫർ ചെയ്യാൻ പറ്റില്ല, ലോണുകൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റില്ല. ഹാൻഡിൽ ക്രോസ് ബോർഡർ റെമിറ്റൻസുകൾ മറ്റു രാജ്യങ്ങളിലേക്ക് ചെയ്യാൻ പറ്റില്ല. NRI ഡെപ്പോസിറ്റുകൾ അക്സെപ്റ്റ് ചെയ്യാൻ സാധിക്കില്ല. ഇതാണ് വാട്ട് ദേ കാൻ ഡു. അതേപോലെ തന്നെ സ്മോൾ ഫിനാൻസ് ബാങ്കുകൾക്ക് ചെയ്യാൻ സാധിക്കാത്ത അല്ലെങ്കിൽ പാടില്ലാത്ത കാര്യങ്ങൾ. എക്സ്റ്റെൻഡ് ലാർജ് ലോൺ, വലിയ ലോണായിട്ട് എക്സ്റ്റെൻഡ് ചെയ്യാൻ സാധിക്കില്ല. ഫ്ലോട്ട് സബ്സിഡറീസ്. ദെൻ ദേ കനോട്ട് ഡീൽ ഇൻ സോഫിസ്റ്റിക്കേറ്റഡ് ഫിനാൻഷ്യൽ പ്രൊഡക്ട്സ്, വലിയ സോഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള മോസ്റ്റ് മോഡേൺ ആയിട്ടുള്ള ഫിനാൻഷ്യൽ പ്രൊഡക്ട്സിൻ്റെ ഡീലിങ്സ് ഒന്നും അവർക്ക് ചെയ്യാൻ പറ്റില്ല. സോ ദീസ് ആർ ദി പേയ്മെൻറ്റ്സ് ബാങ്ക് ആൻഡ് സ്മോൾ ഫിനാൻസ് ബാങ്ക്. ഇത് കൂടാതെ തന്നെ ഈ ഡിഫറൻഷ്യേറ്റഡ് ലൈസൻസിൻ്റെ കീഴിൽ മറ്റു ചില പുതിയ കോൺസെപ്റ്റുകൾ കൂടി RBI കൊണ്ടുവന്നിട്ടുണ്ട്. അതാണ് ഹോൾസെയിൽ ബാങ്ക്സ്, കസ്റ്റോഡിയൻ ബാങ്ക്സ്. അപ്പോൾ എന്താണ് ഹോൾസെയിൽ ബാങ്ക്സ് എന്ന് പറഞ്ഞാൽ? ഹോൾസെയിൽ ബാങ്ക്സ് ആർ ലെൻഡേഴ്സ് ദാറ്റ് കാറ്റർ ടു ലാർജ് കോർപ്പറേറ്റ്സ് വിച്ച് റിക്വയർ ലോങ് ടേം ഫിനാൻസ്, പെർട്ടിക്കുലർലി ദോസ് എൻഗേജ്ഡ് ഇൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്. അപ്പോൾ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ട കോർപ്പറേറ്റുകൾക്ക് ആവശ്യമായിട്ടുള്ള പണം ലെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഹോൾസെയിൽ ബാങ്കേഴ്സിനെ കൊണ്ടുവന്നിരിക്കുന്നത്. 2, കസ്റ്റോഡിയൻ ബാങ്ക്സ്. കസ്റ്റോഡിയൻ ബാങ്ക്സ് ആർ സ്പെഷ്യലൈസ്ഡ് ഇൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദേ ആർ സ്പെഷ്യലൈസ്ഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ മെയിൻലി റെസ്പോൺസിബിൾ ഫോർ safeguarding a firm's or individual's financial assets and are typically not engaged in conventional retail lending. അപ്പോൾ കൺവെൻഷണൽ റീറ്റെയിൽ ലെൻഡിങ് അല്ല, അതായത് നമ്മളെ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ കസ്റ്റോഡിയൻ, സംരക്ഷിക്കപ്പെടുക. ഒരു ബാങ്കിൻ്റെ അല്ലെങ്കിൽ ഒരു ഫേമിൻ്റെയോ ഇൻഡിവിജ്വൽസിൻ്റെയോ അസറ്റുകൾ സംരക്ഷിക്കുക, അതിൻ്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുത്തുകൊണ്ടുള്ളതാണ് കസ്റ്റോഡിയൻ ബാങ്ക്സ് എന്ന് പറയുന്നത്. സോ ദീസ് ആർ ദി ന്യൂ ബാങ്കിങ് എൻറ്റിറ്റീസ് ഇൻ ഇന്ത്യ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പേയ്മെൻറ്റ്സ് ബാങ്ക് പഠിച്ചു, ഇപ്പോൾ സ്മോൾ ഫിനാൻസ് ബാങ്ക് പഠിച്ചു, കൂടാതെ തന്നെ ഹോൾസെയിൽ ബാങ്ക്സും കസ്റ്റോഡിയൻ ബാങ്ക്സും ക്ലാസ്സുകളിൽ ഡിസ്കസ് ചെയ്തു. അപ്പോൾ ഈ ഒരു ടോപ്പിക്കോട് കൂടി നമ്മളെ ഒന്നാമത്തെ മൊഡ്യൂൾ കംപ്ലീറ്റ് ആയി. ഇനി രണ്ടാമത്തെ മൊഡ്യൂൾ നമ്മൾ കൊമേഴ്ഷ്യൽ ബാങ്കിങ്ങുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് അടുത്ത ക്ലാസ്സിൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും വരും. നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായിട്ടും വേണം. ഓക്കെ, താങ്ക് യു.